ഈ പുസ്തകം 50-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 22 മുതൽ 26 വരെ. അവർ അവനെ സുഗന്ധവർഗ്ഗമിട്ടു, അവനെ മിസ്രയീമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ച് പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവേ, ഈ സന്ധ്യയെങ്കിലും ഒരു പ്രാവശ്യം കൂടെ ഏറ്റവും ശ്രേഷ്ഠതയേറിയ ദൈവവചനത്തിന് മുമ്പാകെ നിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. ഈ നാളുകളിലൊക്കെ കർത്താവെ യഥാർത്ഥ അനുതാപത്തിൻ്റെ അനുഭവം ഞങ്ങളിൽ തരണമേ കർത്താവെ. ചടങ്ങായിട്ടല്ല കർത്താവെ, ഹൃദയത്തിൻ്റെ അകത്തൊരു മാറ്റം ഉണ്ടാകുവാൻ, ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ ഒന്ന് യാത്ര ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിപ്പാൻ, ദൈവിക നന്മയെ അന്വേഷിക്കുന്നവരായി തീരുവാൻ കർത്താവെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പലപ്പോഴും മന്ദതയും ക്ഷീണതയൊക്കെ ഞങ്ങളെ ബാധിക്കുന്നുണ്ട് കർത്താവെ. ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് പിന്നോക്കം പോകുന്ന അനുഭവങ്ങളുണ്ട് കർത്താവെ. പലപ്പോഴും പിറുപിറുപ്പിൻ്റെയും പരിഭവങ്ങളുടെയൊക്കെ അനുഭവമാണല്ലോ ഞങ്ങൾക്കുള്ളത്. എന്നാൽ ഞങ്ങളാകേണ്ടതായി തീരുന്നു എന്നൊന്ന് പരിശോധിപ്പാൻ തക്കവനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ നാളുകൾ പ്രാർത്ഥനയിൽ ഓരോ ദിവസവും അധികം ദൈവസന്നിധിയിൽ കർത്താവിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം എല്ലാ മക്കളെയും സഹായിച്ചാട്ട് ഇന്നത്തെ വചന കേൾവി ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമാക്കണമേ. ബലഹീനദാസനായിരിക്കുന്ന അടിയനോട് കൂടെ ഇരിക്കണമേ. യേശുവിൻ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാക്കണമേ. യോസഫിൻ്റെ അവസാന സമയങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന്, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചത്. ജീവിതം ആരംഭിക്കുക മാത്രമല്ല, ജീവിതം നന്നായി അവസാനിപ്പിക്കാനും കൂടെ നമുക്ക് സാധിക്കണം. ചിലരൊക്കെ ജീവിതം നന്നായി ആരംഭിക്കും, എന്നാൽ അവസാനം വലിയ ട്രാജഡിയിലും ദുരന്തത്തിലും ഒക്കെ ലോകം കണ്ടിട്ടുള്ള പല ചക്രവർത്തിമാരുടെ ജീവിതം നമ്മൾ കണ്ടു. ഭരണാധിപന്മാരുടെ ജീവിതം കണ്ടല്ലേ. ഒറ്റയടിക്ക് 50 ലക്ഷം യഹൂദന്മാരെ കൊന്നു കളഞ്ഞവനാണ് ആര്? ഹിറ്റ്ലർ. വളരെ ചെറുപ്പത്തിലെ ഭരണാധികാരിയായിരുന്നു ഹിറ്റ്ലർ. ലോകം മുഴുവൻ ഒരു സമയത്ത് കിടകിട വിറപ്പിച്ച ലോകമഹായുദ്ധത്തിനൊക്കെ കാരണക്കാരനായി തീർന്നവനാണ് അല്ലേ. വളരെ ബലവാനും ധീരനുമാണെന്ന് ലോകം വിചാരിച്ച ഈ മനുഷ്യൻ തൻ്റെ ഗേൾഫ്രണ്ടിനോടൊപ്പം ചേർന്ന് അവസാനം സ്വയം വെടിവെച്ച് മരിക്കുന്ന ഒരനുഭവമാണ് നമ്മൾ കണ്ടത്. വളരെ ക്രൂരമായ അനുഭവങ്ങളുടെ ലോകചരിത്രത്തിൽ കടന്നു പോവുകയും ലോക ചരിത്രത്തിൻ്റെ ഏടുകളിൽ കറുത്ത അക്ഷരങ്ങളിൽ എഴുതപ്പെടുകയും ചെയ്യുന്ന ചരിത്രമാണ് ഹിറ്റ്ലറിൻ്റെ ചരിത്രമെന്ന് പറയുന്നത്. അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് യഹൂദന്മാരെ പേടിപ്പിച്ചത്. 50 ലക്ഷം പേരെയൊക്കെ കൊല ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്ത അദ്ദേഹം എത്രത്തോളം വലിയ ക്രിമിനലാണ് എന്ന് നമ്മൾ, അങ്ങനെയുള്ള ഇനിയുള്ള അതിൻ്റെ താഴെട്ട ഗ്രേഡിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, വേറെയുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ മനുഷ്യൻ എത്ര ക്രൂരമായിട്ടാണ് ജീവിതം വലിയ ആഘോഷമായിട്ട് പോവുകയും അവസാനം ജീവിതത്തിൻ്റെ ഒരു മരണം കൊണ്ടുള്ള പൂർത്തീകരണം വരുമ്പോൾ വളരെ ശോചനീയവും സങ്കടകരമായ അവസ്ഥയാണ് പലരിലൊക്കെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ജീവിതം നന്നായി ആരംഭിക്കുക മാത്രമല്ല, നന്നായി അവസാനിപ്പിക്കുവാനും സാധിക്കണം. എല്ലാവരും നല്ലതായിട്ട് അവസാനിപ്പിക്കുന്നതിനുള്ള ഓട്ടത്തിലാണ് എല്ലാ ദിവസവും എന്തിനു വേണ്ടിയാണ് ഓടുന്നത് അല്ലേ? രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ പലപ്പോഴും പല പ്രയാസങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള മക്കളെ പ്രതി ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഓടുകയാണ്. അതുകൊണ്ട് ഈ ഓട്ടത്തിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് ദൈവാനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമെന്നുള്ളതാണ് യോസഫിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഞാൻ മുമ്പിലുള്ളതിന് ആഞ്ഞ് ഓടുകയാണ്. എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഞാൻ വെറുതെ പോവുകയല്ല. ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെന്ന് പലരും മാറിപ്പോകുന്നത് കൊണ്ടാണ് പലരും സ്വർഗത്തിന് പകരം നരകത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് വളരെ പ്രയാസം നിറഞ്ഞൊരു കാര്യമായിട്ടാണ് ചിന്തിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ജീവിതമൊക്കെ നന്നായി തുടങ്ങി ഭംഗിയായിട്ട് അവസാനിപ്പിക്കുവാൻ സാധിക്കാതെ പോയ പലരെ വേദപുസ്തകത്തെ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗൽ രാജാവ്. വളരെ സുന്ദരമായ തുടക്കമാണ് അല്ലേ, എന്നാൽ അവസാനം അത്ര നല്ലതല്ലായിരുന്നു. അങ്ങനെയുള്ള ചിലരെയൊക്കെ നമുക്ക് പ്രയാസത്തോടെ ജീവിതത്തിൽ നോക്കിക്കാണുവാൻ തക്കവണ്ണം സാധിക്കും. യോസഫിൻ്റെ അവസാന സമയങ്ങൾ വിശ്വാസികളെന്ന നിലയിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഈ സന്ധ്യയിൽ ഈ ഒരു ഭാഗം ചിന്തിപ്പാൻ തക്കവണ്ണം ഞാൻ എടുത്തത്. പഴയ നിയമ ഭക്തന്മാരിൽ വളരെ അനുഗ്രഹീതമായ ജീവിതം നയിച്ചവനാണ് യോസഫ് എന്ന് പറയുന്ന ആള്. ലൈഫ് ദാറ്റ് എൻഡഡ് വെൽ, ജീവിതം നന്നായി പൂർത്തീകരിക്കുകയും നന്നായി അവസാനിപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്ത ഭക്തനായ മനുഷ്യനാണ് യോസഫ് എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. യോസഫ് നന്നായി ജീവിതം അവസാനിപ്പിച്ചതിന് കാരണം എന്താണ്? യോസഫിൻ്റെ വിശ്വാസ ജീവിതമാണ്. ചുമ്മാതൊന്നും ജീവിതം സുന്ദരമായിട്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്നത് ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസ ജീവിതം കൊണ്ട് തന്നെയാണ് യോസഫിന് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഇങ്ങനെ ആക്കുവാൻ തക്കവണ്ണം സാധിച്ചത്. കാരണം പ്രതിസന്ധികൾ നിറഞ്ഞൊരു ജീവിതമാണ്. എല്ലാം സുന്ദരമായ അനുഭവത്തിലുള്ള യോസഫ് യാത്ര ചെയ്തത് റോസാപ്പൂ വിരിച്ച വിതറിയ പാതയിലൂടെ ഒന്നുമല്ല യോസഫ് നടന്നത്. നമുക്കറിയാം അവഗണനകളുടെ മധ്യത്തിൽ
വഞ്ചനകളുടെ മധ്യത്തിൽ, നിന്ദകളുടെ മധ്യത്തിൽ, കഷ്ടതകളുടെ മധ്യത്തിൽ എല്ലാം സഹിച്ചവനാണ് യോസഫ് എന്നുള്ളതറിയാം. നന്നായി ഓടി, എന്നാൽ നന്നായി അവസാനിപ്പിച്ചു. അതാണ് ജീവിതത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ രാത്രിയിൽ അന്ന് പരിശോധിക്കുകയാണ് എന്തുകൊണ്ടാണ് യോസഫിന് ഇങ്ങനെ സാധിച്ചത് എന്നുള്ളത്. അവിടെ വളരെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളായിട്ടത് വിവരിക്കുന്നുണ്ട്. ഒന്ന്, ദൈവ കേന്ദ്രീകൃതമായിരുന്നു യോസഫിൻ്റെ ജീവിതം എന്ന് പറയും. യോസഫിൻ്റെ ജീവിതം ഈ ഭൂമിയിൽ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടല്ല, ദൈവത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ട അനുഭവത്തിലാണ്. അതുകൊണ്ട് പല ഭാഗത്ത് പറയുന്നുണ്ട്, യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മളെക്കുറിച്ചും ഇങ്ങനെ പറയുവാൻ സാധിക്കണം. ദൈവ കേന്ദ്രീകൃതമല്ലാത്ത ജീവിതങ്ങളായതുകൊണ്ടാണ് ഇന്ന് പലതും അന്യപ്പെട്ടും തകർന്നും സമാധാനമില്ലാതെ പോകുന്നത്. പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും ജീവിതത്തെ തന്നെ അവസാനിപ്പിച്ച് കളയുന്ന ഒരു സാഹചര്യങ്ങൾ പലയിടങ്ങളിൽ നമ്മൾ വായിക്കുന്ന സങ്കടകരമായിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ ദൈവ കേന്ദ്രീകൃതമായി പലതിലും കേന്ദ്രീകരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ചിലർ രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിക്കുന്നു, ചിലർ പണത്തിൽ കേന്ദ്രീകരിക്കുന്നു, അല്ലേ? ചിലർ ബന്ധുബലങ്ങളിൽ കേന്ദ്രീകരിക്കുന്നു, ചിലർ മറ്റു പല കാര്യങ്ങളുടെ ഒരു കേന്ദ്രീകൃത അനുഭവത്തിലൂടെ കടന്നു പോകും. എന്നാൽ ഇതൊന്നും ആത്യന്തികമായിട്ട് നമ്മളെ രക്ഷിക്കുന്നില്ല. നമ്മളെ രക്ഷിക്കുന്നത് ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ട ജീവിതമാണ് എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്ന്, യോസേഫ് ജീവിത ബന്ധങ്ങൾ സൂക്ഷിക്കുവാൻ അതീവ താല്പര്യമുള്ളവനായിരുന്നു. പലർക്കും ഇതൊന്നും വേണ്ട. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ തള്ളിക്കളഞ്ഞ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു, അപ്പനെ അതിലേറെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, സഹോദരങ്ങൾ പകച്ചപ്പോഴും അവർ ചതിച്ചപ്പോഴും അവർ പിണക്കത്തിലായപ്പോഴും എല്ലാറ്റിൻ്റെയും മധ്യത്തിൽ സഹോദരങ്ങളുടെ അപ്പൻ്റെയും നന്മ ആഗ്രഹിച്ചവനാണ് ആര്? യോസേഫ്. യോസേഫ് ജീവിത ബന്ധങ്ങൾ സൂക്ഷിക്കുവാൻ അതീവ താല്പര്യമുള്ള ആളായിരുന്നു. നമുക്കാണെങ്കിൽ എന്തെങ്കിലും ചെറിയ പിണക്ക് വന്നാൽ പിന്നെ നമ്മൾ ആ ഭാഗത്തൂടെ പോകത്തില്ല, അല്ലേ? അതാണ് നമ്മുടെയൊക്കെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. യോസഫിനോട് ചെയ്ത ക്രൂരത വെച്ച് നോക്കിയാൽ നമുക്കൊക്കെ മറ്റുള്ളവർ പിണങ്ങാൻ എന്നോ ഉണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലേ? പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ട് വിറ്റ് കളഞ്ഞതാണ്, അല്ലേ? തകർത്ത് കളഞ്ഞതാണ്. ചത്തെന്ന് പറഞ്ഞ് അപ്പനോട് എന്ന് പറഞ്ഞതാണ്. ആരെങ്കിലും സ്നേഹിക്കുമോ? ഇത് നിൻ്റെ ഒരു പ്രായോഗിക തലത്തിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്ത് നോക്കണം, അല്ലേ? നമ്മൾ ഒന്ന് മാന്തി എന്നും പറഞ്ഞാൽ നമ്മൾ പിണങ്ങി നടക്കുന്നത്, അല്ലേ? അങ്ങോട്ട് പോയപ്പോൾ ഒന്ന് ചിരിച്ചില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പിണങ്ങി നടക്കുന്നത്, അല്ലേ? ഇത് വിറ്റ് കളഞ്ഞ്, പ്രിയമുള്ളവരെ, തകർത്ത് കളഞ്ഞു. അവൻ്റെ ജീവിതത്തിൻ്റെ ചരമവാർത്തയെ അപ്പനോട് പ്രഖ്യാപിച്ചവരാണ് സഹോദരങ്ങളെന്ന് പറയുന്നത്. അവരെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ഏറിയ ദൈവകൃപയുണ്ടെങ്കിൽ മാത്രമേ സാധ്യമായി തീരത്തുള്ളൂ. നമുക്കിന്നതുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ക്ഷമിക്കണമെങ്കിൽ ഞാൻ പറയും ദൈവകൃപയുണ്ടെങ്കിലേ ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. ചുമ്മാത് രാഷ്ട്രീയക്കാരൊക്കെ വന്ന് ഇങ്ങനെ കൈ കൊടുക്കുക. ഇലക്ഷൻ ആകുമ്പോഴത്തേന് ഇതുവരെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിയാരിക്കൊണ്ടിരുന്നവരെല്ലാം ചേർന്ന് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതൊക്കെ ലോകത്തിൻ്റെ ചില പ്രവണതകളും തീരുമാനങ്ങളുമാണ്. എന്നാലൊരു ദൈവ പൈതലിന് ക്ഷമിക്കുവാൻ സാധിക്കുന്നത് ഈ കർത്താവ് ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിന് വേണ്ടി, പ്രിയമുള്ളവരെ, എത്രത്തോളം താഴ്ന്ന് ഇറങ്ങി വന്ന് ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ നമ്മളത് ചിന്തിക്കുന്നതാണ്. ശത്രുക്കളെ സ്നേഹിക്കുവാൻ കർത്താവ് പറയുകയാണ്. പറഞ്ഞതുപോലെയെല്ലാം ജീവിക്കുവാൻ ശ്രമിച്ചവനാണല്ലോ നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, യോസഫ് പ്രതികാര ദാഹി ആയിരുന്നില്ല എന്നുള്ളതാണ്. ഇത് നിരപ്പിൻ്റെ കാലഘട്ടത്തിൽ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ആരാധനയ്ക്ക് മുമ്പ് തന്നെ നിരപ്പ് പ്രാപിച്ചിട്ട് വന്നിരിക്കണം, പ്രിയമുള്ളവരെ. എങ്കിലും ഇത് അനുഗ്രഹമായിട്ട് തീരുകയുള്ളൂ. അല്ലാതെ ആരാധിച്ചാൽ ശാപമായിട്ടാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതാണ് പ്രശ്നമെന്ന് പറയുന്നത്. അനേകരെ സ്വീകരിക്കുന്ന കൃപാനകൾ അവർക്ക് അനുഗ്രഹത്തിന് പകരം ശാപമാകുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇത് ഏറ്റുപറയാൻ സാധിക്കാതെ പോകുന്നിടത്ത് നമ്മുടെ ആത്മീയ ജീവിതം ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതാണ് സങ്കടമെന്ന് പറയുന്നത്. യോസഫ് പ്രതികാരദാഹി ആയിരുന്നില്ല. നമ്മളാണെങ്കിൽ 8ൻ്റെ പണി കൊടുക്കുവാൻ നോക്കി നടക്കുന്ന ആളുകളാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും മനസ്സിൽ പകയും വിദ്വേഷവും വെച്ച് പുലർത്തിക്കൊണ്ട് പലപ്പോഴും ജീവിതത്തിൽ പോകുന്ന ആളുകളാണ്. നമ്മൾ ചിലരെക്കുറിച്ച് പറയാം, ആ മനുഷ്യൻ മനസ്സിലൊന്നും വെക്കാറില്ല എന്ന് പറയും, അല്ലേ? ചിലരുടെ കാര്യത്തിൽ ഇത് ശരിയാണ്. എന്നാൽ ചിലർ മരിക്കുന്നവരെ ജീവിതത്തിൽ ഇത് വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ. ചെറിയ കാര്യമായിരിക്കാം, അല്ലേ? പകയോടും വിദ്വേഷത്തോടും കൂടെ മുമ്പോട്ട് പോകുന്ന അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. യോസഫിന് ദൈവത്തോടും മനുഷ്യരോടും നല്ല ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ചിലർക്ക് ദൈവത്തോട് മാത്രമേ ഉള്ളൂ ബന്ധം, ബാക്കി ആരോടും ഒരു ബന്ധമില്ല. ആ ബന്ധം ദൈവാനുഗ്രഹമുള്ള ബന്ധമല്ല, അല്ലേ? ദൈവത്തോട് നല്ല ബന്ധമുള്ളവൻ മറ്റുള്ളവരോട് നല്ല ബന്ധത്തിൽ പോകുവാൻ സാധിക്കും, അല്ലെങ്കിൽ ശ്രമിക്കും. അതിനാവശ്യമായിട്ടുള്ള വിട്ടുവീഴ്ചകൾ ജീവിതത്തിൽ ചെയ്യുമെന്നുള്ളതാണ് യോസഫിൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. യോസഫിൻ്റെ മരണക്കടയ്ക്ക് സമീപം മക്കളും കൊച്ചുമക്കളും മറ്റു പ്രിയപ്പെട്ടവരും ഉണ്ടായിരുന്നു. അത് വലിയൊരു അനുഗ്രഹം. ഇന്ന് മരണക്കടക്കെ പോയിട്ട് ഞാൻ പറയും, കയ്യെ പിടിക്കാൻ, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ
ആരുമില്ലാത്ത അനുഭവത്തിലാണ് പലരുടെയും ജീവിതം. ഇത് പ്രായമുള്ളവരുടെ മാത്രമല്ല, ചെറുപ്പക്കാരുടെയും ജീവിതത്തിൽ ഇത് സംഭവിക്കുന്ന കാര്യമുണ്ട്. മരണക്കിടക്കയിൽ കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് ഈ യോസഫ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദൈവഭക്തനായിരിക്കുന്ന ഈ മനുഷ്യനെ നിത്യതയിലേക്ക് അയക്കുന്നതാണ് നമുക്കിവിടെ വായിക്കുവാൻ സാധിക്കുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ വായിച്ചതാണ്, ശ്രദ്ധിച്ച് കാണും നിങ്ങൾ. ചിലർ പറയാറുണ്ട്, എൻ്റെ അപ്പനെ ഞങ്ങളെല്ലാം കൂടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലേക്ക് അയച്ചു. നല്ല കാര്യം. ഞങ്ങളുടെ അമ്മയെ ഞങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിച്ച് നിത്യതയിലേക്ക് അയച്ചു എന്ന് പ്രത്യാശയായിരുന്നു അല്ലേ? വലിയ സന്തോഷമാണ്, വെറുതെ അല്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വലിയൊരു പ്രത്യാശയാണല്ലോ നമ്മൾ സ്വർഗീയ തീരത്ത്, സ്വർഗീയ തുറമുഖത്ത് വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെയാണ് യാത്രയപ്പുകളെ കൊടുക്കുന്നത്. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് എല്ലാ പ്രിയപ്പെട്ടവരും ഇവിടെയുണ്ട്. ഇപ്പോൾ അമേരിക്കയിലിരുന്ന മാത്തുക്കുട്ടിയും മോളിക്കുട്ടിയൊക്കെ ലൈവ് കാണുകയാണ്. അവിടെ ഇരുന്നുകൊണ്ടാണ് അനുശോചനം പറയുന്നത് അല്ലേ? അവിടെ ഇരുന്നുകൊണ്ടാണ് റീത്ത് വെക്കുന്നത് അല്ലേ? പുത്തൻ സാങ്കേതിക വിദ്യയുടെ പുതിയ കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കുകയാണ്. പണ്ട് മക്കളൊക്കെ എവിടെ പോയാലും അന്ന് കൂടുതൽ മക്കൾ വീട്ടിലുണ്ട്. അപ്പം പറയും, ഇളയ മോനെ ഞാനെങ്ങും വിടത്തില്ല, എനിക്ക് വയ്യാതാമം കയ്യെ പിടിക്കാൻ ഒരുത്തനിവിടെ വേണമല്ലോ. ഇന്ന് നോ രക്ഷ. ഇന്ന് മക്കളെല്ലാം നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ട് നമ്മളറിയാവുന്ന കാര്യങ്ങളാണ്. കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന് അപ്പൻ്റെ മരണക്കിടക്കയിൽ നിന്നുകൊണ്ട് യോസഫിനെ യാത്ര അയക്കുന്ന അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നന്മ പ്രവർത്തിക്കുന്നതിൽ മടുത്തു പോകാത്തവനായിരുന്നു യോസഫ് എന്നുള്ളതാണ് പറയുന്നത്. യോസഫ് എല്ലാവർക്കും നന്മ ചെയ്തു. ചിലരങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ? അങ്ങനെയുള്ള ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി. നമുക്ക് ചിലപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ കാണാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള വളരെ ഒത്തിരി ആളുകളുണ്ടെന്നല്ല പറയുന്നത്, ചുരുക്കം ചില ആളുകളുണ്ട്. യോസഫ് ഒത്തിരി നന്മ ചെയ്തു, രാജ്യത്തിന് നന്മ ചെയ്യുന്നു, മിസ്രൈം നിവാസികൾക്ക് നന്മ ചെയ്യുന്നു, പ്രിയമുള്ളവരെ അപ്പന് നന്മ ചെയ്യുന്നു, സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുന്നു, കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും നന്മയുള്ളവനാകുന്നു. പൊത്തീഫറിൻ്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നു യോസഫ് എന്നുള്ളതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. തിന്മകളുടെ ആഘോഷമാണ് ഇന്ന് പലരുടെയും ജീവിതത്തിൽ. വാസ്തവത്തിൽ ഒരു ശവസംസ്കാരത്തിൻ്റെ അനുശോചന പ്രസംഗങ്ങൾ നടക്കുമ്പോൾ, ചരമ പ്രസംഗങ്ങൾ നടക്കുമ്പോൾ എന്നോ നന്മയാണ് നമുക്ക് പറയാനുള്ളത്. ഈ അടുത്ത സമയത്ത് എനിക്കൊന്ന് ഏതൊരു മീറ്റിങ്ങില്ല, മാരാമണ്ണായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല, നമ്മുടെ ഒരു ബിഷപ്പ് പ്രസംഗിച്ചപ്പോൾ പറയാണ്, നിങ്ങൾ പള്ളിയിലെ സെക്രട്ടറിമാരൊന്നും സ്വർഗത്തിൽ പോകാനുള്ള സാധ്യത കുറവാണ്. അവരെ ഇരുത്തിയതോ മോശപ്പെടുത്തിയതല്ല. കാരണം ഓരോരുത്തരും മരിച്ചു കിടക്കുമ്പം അന്നില്ലാത്ത കാര്യം പറയേണ്ട ഉത്തരവാദിത്വം ഇടവ സെക്രട്ടറിമാർ. നിങ്ങളതുകൊണ്ട് പലരും കള്ളം പറയേണ്ടതായിട്ട് വരും. നമുക്കറിയാം എന്താണ് വാസ്തവമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. യോസഫിൻ്റെ ജീവിതം, പ്രിയമുള്ളവരെ, നന്മ പ്രവർത്തിക്കുന്നതിൽ മടുത്തു പോകാത്ത ജീവിതമാണ്. യോസഫ് ഇസ്രയേലിന് മാത്രമല്ല, മിസ്രൈം രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ രാജാവിനും പ്രജകൾക്കും നന്മ ചെയ്യുന്നു. കാരാഗൃഹത്തിലാകുമ്പോഴും പൊത്തീഫറിൻ്റെ ഭവനത്തിലും എല്ലാം നന്മ ചെയ്തു പോകുന്നു. അതുകൊണ്ട് എത്ര ധന്യമായ ജീവിതമാണ് യോസഫിൻ്റേത്, എത്ര ധന്യമായ ജീവിതമാണ്. 50 ദിവസത്തെ നോമ്പ് കഴിയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ യോസഫിനെ കർത്താവിനെ പോലാകണം. അത് കഴിഞ്ഞാണ് പറയുന്നത് യോസഫിനെ പോലാകുവാൻ സാധ്യമായി തീരണം. എത്ര ധന്യമായ ജീവിതമാണ്, എത്ര സഫലമായ ജീവിതമാണ്, എപ്പോഴും നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ജീവിതം. നമുക്ക് നോമ്പിൻ്റെ കാലഘട്ടം കൂടുതൽ നന്മ ചെയ്യണമെന്നാണ് പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. അതിൽ ചിലതെങ്കിലും നമുക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിച്ചാൽ, നമ്മൾ ഈ നോമ്പെന്നൊക്കെ പറയുന്നത് കൊണ്ട് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള ആഘോഷമായിട്ടത് മാറുന്നത് ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഊർജ്ജമാണ് ഈ 50 ദിവസം കൊണ്ട് നമ്മൾ സംഭരിക്കുന്നത്. അല്ല, ചിലരൊക്കെ പറയുന്നത് എന്നാ നോമ്പാണ്, ചില ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെയൊന്നുമല്ല. ഈ 50 ദിവസത്തെ നോമ്പ് പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജി, ഒരു ബലം, ഒരു ജ്ഞാനം ഇതിലൂടെ നിങ്ങൾ സംഭരിച്ച് നിങ്ങൾ കുറച്ചുകൂടെ ദൈവികതയുള്ള മനുഷ്യരായിട്ട് തീരുക. അവിടെയാണ് നോമ്പിൻ്റെ പ്രസക്തി എന്ന് പറയും. അല്ല, 50 ദിവസം നമ്മൾ ഇവിടെ വന്ന് മടങ്ങിപ്പോകുക എന്നുള്ള അർത്ഥത്തിലല്ല നോമ്പിൻ്റെ ആചരണത്തെ നമുക്ക് വായിക്കുവാനും പഠിക്കുവാനും സാധ്യമായി തീരുന്നത്. അന്ത്യനിമിഷങ്ങളിൽ യോസഫ് വലിയ പ്രത്യാശയോടെ സംസാരിക്കുന്നു. പലരുടെയും അന്ത്യനിമിഷങ്ങൾ നിരാശാജനകമാണ്. ലോകം കണ്ട വലിയ നേതാക്കന്മാരുടെയൊക്കെ അവസാനത്തെ നിമിഷങ്ങൾ ആശുപത്രിയിൽ കിടന്ന നേഴ്സുമാരും മറ്റു പലരുമൊക്കെ അവരുടെ സഹായികളുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ നിരീശ്വരവാദികളായി ജീവിച്ച മനുഷ്യർ, ദൈവമില്ല എന്ന് പറഞ്ഞ് ജീവിച്ച മനുഷ്യർ അവസാനം ശപിച്ച് ഈ ജീവിതത്തെ തന്നെ പിരാഗി ഈ ലോകത്ത് നിന്ന് പോകുന്ന സങ്കടകരമായ കാഴ്ചകൾ കാണുന്നു. ഇവിടെ യോസേഫ് തൻ്റെ അന്ത്യനിമിഷങ്ങളിൽ പ്രത്യാശയോട് സംസാരിക്കുകയാണ്. എവിടെ പോയാലും ദൈവവൈതലിൻ്റെ നാവിൽ ഒരു സന്ദേശമുണ്ട്. അത് രോഗക്കിടക്കയാണേലും മരണക്കിടക്കയാണേലും അതാണ് പറയുന്നത്. ദൈവവൈതലിൻ്റെ വായിലൊരു സ്റ്റാൻഡേർഡുണ്ട്. 50 ദിവസം നോമ്പ് കഴിയുമ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് കുറയുവോ കൂടുവോ?
ആ വഴിയെ കൂടെ ഇടയ്ക്ക് ഇങ്ങനെ നടന്നാൽ മതി, നല്ല സ്റ്റാൻഡേർഡുള്ള സാധനം കേൾക്കണമെന്നുണ്ട് അല്ലേ. ഒരു ദൈവപൈതലിൻ്റെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തുന്ന അനുഭവം കൃപയോട് കൂടിയതായിരിക്കണം. ഉപ്പിനാൽ രുചി വരുത്തിയ അനുഭവത്തിൽ നമുക്കെല്ലാവർക്കും സംസാരിക്കുവാൻ സാധിക്കുമ്പോൾ പരസ്പരം ബഹുമാനിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് അന്ത്യനിമിഷങ്ങളിൽ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും പ്രത്യാശയുടെ അനുഭവമാണ് ഇവിടെ ഉയർത്തുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. മരണക്കിടക്കയിലും യോസഫിന് സന്ദേശമുണ്ട്. പോത്തിഫറിൻ്റെ ഭവനത്തിലായിരിക്കുമ്പോഴും യോസഫിന് സന്ദേശമുണ്ട്. സഹോദരങ്ങളോടൊരു ദൂത് പറയുവാൻ യോസഫിനുണ്ട്. കാരാഗൃഹത്തിൽ ഒരു ദൂത് പറയുവാൻ യോസഫിനുണ്ട്. രാജ്യത്തെ രാജാവിനോട് ദൂത് പറയുവാനുണ്ട്. ക്ഷാമകാലത്ത് ജനത്തോടൊരു ദൂത് പറയുവാനുണ്ട്. അതുകൊണ്ട് യോസഫ് ഒരു ജീവിതം തന്നെ സന്ദേശമായവനാണ്. ലൈഫ് ഈസ് മെസ്സേജ്. അതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യമെന്ന് പറയുന്നത്. ഒരു ദൈവവൈതലിൻ്റെ ജീവിതം സന്ദേശമാകണം. യോസഫ് പറഞ്ഞു, ക്ഷാമം വരാൻ പോകും. 7 വർഷം നല്ല കാലമാണ്, സമൃദ്ധിയാണ്. എന്നാൽ അടുത്ത 7 വർഷം ക്ഷാമമാണ്. അതുകൊണ്ട് പാണ്ഡികശാലകൾ, കളപ്പുരകളെല്ലാം നിങ്ങൾ നിറയ്ക്കണമെന്നുള്ളതാണ് പറയുന്നത്. രാജാവിനോട് ദൂത് പറയുകയാണ്. ഒരു സന്ദേശം പറയുവാൻ തക്കവണ്ണം ഒരുങ്ങുന്ന അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ ചിന്തിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നത്. കുടുംബത്തോട് പറയുവാൻ ദൂതുണ്ട്. എത്ര സന്തോഷകരമായിരിക്കുന്ന അനുഭവം. യോസഫിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യാശയാണ് ഇവിടെ നമുക്ക് വായിക്കുവാൻ സാധിക്കും. യോസഫ് പറയുന്നുണ്ട്, ഞാൻ മരിക്കും, ഞാൻ പ്രമാണിയൊക്കെയാണ്, അതൊക്കെ കാര്യം ശരിയാ. എന്നാൽ യോസഫ് പറയാണ്, ഞാൻ പരദേശിയാണ്, ഞാൻ പോവുകയാണ്. യോസഫ് അതൊക്കെ കൃത്യമായിട്ട് വായിക്കുവാൻ നമുക്ക് സാധിക്കും. ഐ ആം എ പിൽഗ്രിം, ഞാൻ ഇവിടെ ഒരു തീർത്ഥാടകൻ മാത്രമാണ്, ഞാനിവിടെ അന്യനും പരദേശിയുമാണ്, ഞാനിവിടെ പ്രവാസിയാണ്, ഞാൻ ക്ഷണികനാണ് എന്ന് യോസഫ് പറയുകയാണ്. ഇതിന്ന് പലർക്കും പറയാൻ പറ്റുന്നില്ല. യോസഫ് ഇവിടെ പറയുന്നു, ഇതാ ഞാൻ പോകുന്നു, എൻ്റെ സ്വദേശം കാണുവാൻ ഞാൻ പോകുകയാണ്. എൻ്റെ സ്വദേശം കാണുവാനുള്ള ഓട്ടത്തിൽ, ആ യാത്രയിലാണ് ഞാനിതാ പോകുന്നു എന്നുള്ളത് പറയുന്നു. ഈ ലോകം ശാശ്വതമല്ല, ഇവിടെ ഞാൻ അന്യനും പരദേശിയുമാണ് എന്നുള്ളത് യോസഫ് പറയുകയാണ്. യോസഫിൻ്റെ സന്ദേശം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അടുത്ത തലമുറയോടും പറയുന്നുണ്ട് യോസഫ്, ഈ ലോകം ശാശ്വതമല്ല. നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ തലമുറയോട് പറയുന്നു, ദൈവം നിങ്ങളെ സന്ദർശിക്കും, ദൈവം നിങ്ങളെ സന്ദർശിക്കും, ഞാൻ പോകുകയാണ്, കരുതുവാൻ ഈ പ്രമാണിയായ ഞാനില്ല, എന്നാൽ ദൈവം നിങ്ങളെ വഴി നടത്തും. അതാണ് അബ്രഹാമിൻ്റെയും ഈസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം നിങ്ങളെ വഴി നടത്തും എന്നുള്ളത് യോസഫ് അടുത്ത തലമുറയോട് പറയുകയാണ്. തലമുറയോട് പറയാൻ ഇതിനപ്പുറത്ത് തന്നെ ദൂതകൾ. ഞാൻ വലിയ പ്രമാണിയായിരുന്നു, രാജാവ് കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തിരുന്നാണ്, എന്നാൽ ഞാൻ പോവുകയാണ്, ഞാൻ യാത്ര പോവുകയാണ്, ഇനി ഞാനിവിടെ ഇല്ല, പക്ഷെ ദൈവം നിങ്ങളെ നടത്തും. ഇത് തലമുറയോട് ഇന്ന് നമുക്ക് കൃത്യമായിട്ട് ശക്തമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. മരണത്തിന് തൊട്ടു മുമ്പ് എന്ത് ദൂതാണ് നമുക്ക് കൊടുക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഞാൻ പറയും, പല പ്രിയപ്പെട്ടവരുടെയും മരണത്തിന് മുമ്പുള്ള സംഭാഷണം കൃത്യമായ സന്ദേശം കൊടുക്കുന്നു. ചിലർ പറയാറുണ്ട്, ഞങ്ങളുടെ അച്ചായൻ പോകുന്നതിന് മുമ്പേ ലാസ്റ്റ് ഇതാണ് പറഞ്ഞത്. വാസ്തവമായ കാര്യമായിരുന്നു. ഞങ്ങളുടെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അവസാനം ഇതാണ്. ഇത് പറയുന്ന കേൾക്കാൻ ഇന്നിപ്പോൾ ആരും ഇല്ലല്ലോ അല്ലേ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ചില സന്ദേശങ്ങൾ കൊടുക്കുവാൻ സാധിക്കും. വളരെ അനുഗ്രഹത്തോടെ യാത്ര പോകുന്ന ആളുകളെയൊക്കെ നമ്മൾ ചിലയിടങ്ങളിൽ കാണുകയും അവരെക്കുറിച്ച് നമ്മൾ കേൾക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പറയുന്നത്. തലമുറയെ കരുതുന്ന ദൈവത്തെക്കുറിച്ചാണ് യോസഫ് പറഞ്ഞത്. തലമുറയെ ഐശ്വര്യത്താൽ, തലമുറയെ സമാധാനത്താൽ, പ്രത്യാശയാൽ സന്ദർശിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നിങ്ങളെ സന്ദർശിക്കും. യോസഫ് പറയുന്നു, എൻ്റെ കഥ ഇവിടെ തീരുകയാണ്, എന്നാൽ നിങ്ങളെ നോക്കാൻ ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഹീ ഈസ് എ ഗോഡ് ഓഫ് ജനറേഷൻ, തലമുറകളുടെ ദൈവമെന്നാണ് പറയുന്നത് അല്ലേ. എൻ്റെ കഥ ഇവിടെ തീരുക, ഞാനൊന്നുമല്ല, ഞാൻ തിരിച്ചു പോരേണ്ട ആളാണ്. എന്നാൽ അവൻ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. ആ തമ്പുരാനാണ് ഇനി നമ്മളെ നോക്കുവാൻ പോകുന്നത്. ആ തമ്പുരാൻ്റെ കൃപയുടെ ചിറകിൻ്റെ മറവിലാണ് നമ്മൾ ജീവിക്കുന്നതും വരാനുള്ള തലമുറകളും ജീവിക്കാൻ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും തലമുറയോട് പറയുവാൻ തക്കവണ്ണം സാധ്യമായി തീരണം. ഇവിടെ യോസേപ്പ് പറയുന്നുണ്ട്, നിങ്ങൾ പോകുമ്പോൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുപോകണം. എന്നാണ് കാരണം? നിങ്ങൾ പോകുമ്പോൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. കാരണം നിങ്ങളെ ദൈവം സ്വന്തം ദേശത്തേക്ക് കനാനിലേക്ക് കൊണ്ടുപോകുമെന്ന് ദർശനത്താൽ മുൻകൂട്ടി അറിഞ്ഞവനാണ് യോസഫ് എന്ന് പറയുന്നത്. അന്ന് അവർ പോയിട്ടില്ല. കാരണം യോസഫിന് ലഭിച്ച ദർശനം മാത്രമല്ല, അങ്ങ് കനാനിൽ പിതാക്കന്മാരോടൊപ്പം ഒരുമിച്ച് ചേരുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ആവശ്യം യോസഫ് തലമുറയോടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അതുകൊണ്ട് വാഗ്ദത്ത നാടിൻ്റെ ഭാഗമാകുവാനുള്ള ഒരു അഭിവാഞ്ചയിലാണ് യോസഫ് ഇത് പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. യോസഫ് വലിയ പുള്ളിയായിരുന്നു, നമ്മൾ പഠിക്കുന്നതിനൊക്കെ അപ്പുറത്താണ്. ഈജിപ്ഷ്യൻ മിസ്രൈമ്യർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ വലിയ വലിയ രാജാക്കന്മാരെയും അതുപോലെയുള്ള വലിയ ആൾക്കാരുടെയൊക്കെ പിരമിഡുകൾ ഉണ്ടാക്കി വെക്കുന്നവരാണ് അല്ലേ.
യോസഫ് മിസ്രൈമിലെ പശ്ചിമന്ത്രിയായിട്ട് നിന്ന് നല്ല പ്ലാനും പദ്ധതിയോട് നിന്ന് ക്ഷാമകാലത്ത് മിസ്രൈമിയ ജനതയെ പോറ്റിയവൻ ആണ്. മിസ്രൈമിലെ മാത്രമല്ല പുറത്തുള്ള രാജ്യത്തുള്ള ആളുകളെയും പോറ്റിയവനാണ്. അതുകൊണ്ട് ജനം വലിയൊരു മോണുമെൻ്റ് പിരമിഡ് ഉണ്ടാക്കും, അതിന് യാതൊരു സംശയമില്ല. അത്രത്തോളം അവർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു യോസഫ് എന്നുള്ളതാണ് ആ ഭാഗത്തെ വായനയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ദൈവഭക്തനായ യോസഫ് പറയുകയാണ്, എനിക്കിവിടെ ഒരു പദവിയും വേണ്ട, എനിക്കിവിടെ ഒരു പിരമിഡും എൻ്റെ പേരിൽ വേണ്ട, എനിക്കൊരു മോണുമെൻറ്റും വേണ്ട. ഞാൻ വിശ്വാസ നാട്ടിലെ യാത്രയിലാണ്, എനിക്ക് വിശ്വാസ നാട്ടിലെ സ്വർഗസിയോനിലെ അംഗീകാരം മതി എന്നുള്ളതാണ് യോസഫ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഭക്തനായിരിക്കുന്ന സാധു കൊച്ചുവേശി പാടിയിട്ടുണ്ടല്ലോ അല്ലേ, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥൻ്റെ സന്നിധവും ചേർന്നാൽ മതി. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥൻ്റെ സന്നിധവും ചേർന്നാൽ മതി. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. വിശ്വാസ കണ്ണോടുകൂടെ സ്വർഗസിയോനിലേക്ക്, സ്വർഗ കനാനിലേക്ക് നോക്കി പാർക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. നമ്മൾ ഓടിയതിനും അധ്വാനിച്ചതിനും, ദൈവത്തെ പ്രതി ഓടിയതിനും അധ്വാനിച്ചതിനും ഒക്കെ ദൈവം നമുക്ക് പ്രതിഫലം തരും. അതുകൊണ്ട് നമ്മളെ ലോകം മാനിച്ചില്ല എന്ന് വരും, എന്നാൽ ദൈവത്തെ സേവിച്ചവന് ദൈവം വിശ്വാസ കനാനിൽ പ്രതിഫലം ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിച്ചവന്, ദൈവത്തിന് വേണ്ടി ഓടിയവന്, ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചവന്, മുഷിച്ചവന് സ്വർഗീയ കനാനിൽ ദൈവം പ്രത്യാശയുടെ അനുഭവത്തെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുവാൻ സാധിക്കുന്നത്. അസ്ഥികളെ പെട്ടിയിലാക്കി. ഈ മിഷണറി സുവിശേഷ വേലയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ആദിമ കാലഘട്ടങ്ങളിൽ വിദേശത്തു നിന്ന് മിഷണറിമാർ ദൈവവിളി കേട്ട് അന്യദേശങ്ങളിലേക്ക് പോകുമ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെ എഴുതിയത് കേൾക്കുവാനിടയായിട്ടുണ്ട്. സാധാരണ നമ്മളൊരു യാത്ര പോകുമ്പോൾ ഒരു ചെറിയ പെട്ടിക്കകത്ത് സാധനങ്ങളുമായിട്ടാണ് പോകുന്നത്. എന്നാൽ അവർ പോയത് അങ്ങനെയുള്ളൊരു ബോക്സ് അല്ല, കോഫീൻ എന്ന് പറയുന്ന ബോക്സ്. കോഫീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, കുറച്ചുകൂടെ നീളമുള്ള പെട്ടിയാണ്, അതാണ് ശവപ്പെട്ടി എന്ന് പറയുന്നത്. അവർ സാധാരണ ഒരു ചെറിയ പെട്ടിയല്ല, അവർ 6 അടി നീളത്തിലുള്ള പെട്ടിയുമായിട്ടാണ് അവർ സുവിശേഷ വേലയ്ക്ക് പോകുന്നത്. കാരണം പോകുന്ന വഴിയിൽ പട്ടുപോകുമെന്ന് അവർക്കറിയാം, പോകുന്ന വഴിയിൽ കൊല ചെയ്യപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നവർക്കറിയാം, പോകുന്ന വഴി തലവെട്ടാനും ഏറുകൊള്ളാനും എണ്ണയിലിട്ട് തിളപ്പിക്കാനും സാധ്യതയുണ്ട് എന്നവർക്കറിയാം. അവസാനം ഈ ശരീരം ശേഷിക്കുന്നുവെങ്കിൽ ഈ പെട്ടിയിലേക്ക് തന്നെയാണ് ഇത്. പോകുമ്പോൾ തന്നെ ശവപ്പെട്ടിയുമായി യാത്ര പോകുന്ന മിഷണറിമാരുടെ ചരിത്രമുള്ള സഭയാണ് ഈ പരിശുദ്ധ സഭയെന്ന് പറയുന്നത്. ഇന്ന് നമ്മളിതൊക്കെ ഓർക്കുന്നതേ ഉള്ളൂ. ഇതിലൊക്കെ എത്രത്തോളം ആത്മാർത്ഥതയും തീവ്രതയും നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമായിട്ട് തന്നെയാണ് ഇവിടെ വായിക്കുവാനൊക്കെ ശ്രമിക്കുന്നത്. സുഗന്ധവർഗമിട്ട് പ്രത്യാശയുടെ അനുഭവത്തെ കൊടുക്കുകയാണ്. ഭാഗ്യദേശം കാണുവാൻ ശുശ്രൂഷയുടെ കാലം തികച്ച് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ജീവിച്ച് ജീവിതത്തിൽ സന്ദേശം നൽകി യോസഫ് യാത്രയാകുകയാണ്. സൽപ്രവർത്തികൾ നിറഞ്ഞ ജീവിതമായിട്ടാണ് യോസഫിൻ്റെ ജീവിതത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ജീവിതം ഇനിയും എത്ര നാളുണ്ട് എന്ന് നമുക്കാർക്കും ഒരു ഗ്യാരണ്ടിയൊന്നുമില്ല. എന്നാൽ ഉള്ള കാലം ദൈവകൃപയിൽ ആശ്രയിച്ച് യോസഫിനെ പോലെ ഭംഗിയായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ കഴിയണം. യോസഫ് എങ്ങനെയാണ് യോസഫിൻ്റെ അപ്പനെ അടക്കിയത്, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 50-ാം അധ്യായ ഉൽപ്പത്തി പുസ്തകം നമ്മളിപ്പോൾ വായിച്ച ചിന്തയിൽ ചേർന്ന് തന്നെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. 50-1 യോസഫിൻ്റെ അപ്പൻ്റെ അന്ത്യസമയങ്ങൾ ക്രമീകരിക്കുന്നത് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ യോസഫ് തൻ്റെ അപ്പൻ്റെ മുഖത്ത് വീണ് കരഞ്ഞു, അവനെ ചുംബിച്ചു. അപ്പൻ വേർവിട്ട് പോകുമ്പോൾ അവസാനത്തെ ചുംബനം കൊടുക്കുക. നമ്മുടെ സംസ്കാര ശുശ്രൂഷയിൽ ഭവനത്തിലെ ശുശ്രൂഷ കഴിയുമ്പോൾ പട്ടക്കാരൻ പറയും, ഇനി ഭൗതിക ശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കുമൊക്കെ അവസാനത്തെ ചുംബനം നൽകി പ്രിയപ്പെട്ടവരെ യാത്ര അയക്കാം. ഇതൊന്നും സഭ വെറുതെ ക്രമീകരിക്കുന്ന അല്ല പ്രിയമുള്ളവരെ. ഇത് പരിശുദ്ധ സഭയുടെ, പഴയ നിയമസഭയുടെ പിതാക്കന്മാരുടെ പാരമ്പര്യം മുതലുള്ള ചില പ്രത്യേക ചടങ്ങുകളാണ്. അപ്പോൾ യോസഫ് തൻ്റെ അപ്പൻ്റെ മുഖത്ത് വീണ് കരഞ്ഞവനെ ചുംബിച്ചു. ഇതൊക്കെ വലിയ ഒരു ശുശ്രൂഷയാണ് അല്ലേ. കോവിഡ് വന്നപ്പോൾ പിന്നെ നമ്മൾ മുഴുവൻ ടിഷ്യൂ ഇട്ടുള്ള കളിയായിരുന്നു അല്ലേ. അത് വലിയ സന്തോഷമായിരുന്നു ചിലർക്കൊക്കെ. എന്നാൽ പ്രിയപ്പെട്ടവരെ യാത്ര അയക്കുന്ന ഒരു പ്രത്യാശയുടെ അനുഭവത്തെക്കുറിച്ചാണ് മരണസമയത്തെ അന്ത്യചുംബനം ഒരു പ്രതീകമായിട്ടാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. പിന്നെ നമ്മൾ തുറന്ന് വായിക്കുന്നു 2-ാം വാക്യത്തിൽ, പിന്നെ തൻ്റെ അപ്പന് സുഗന്ധവർഗ്ഗം ഇടുവാൻ യോസേഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. മൃതശരീരത്തിൽ സുഗന്ധവർഗം ഇടുന്നത് അതൊരു മരണാനന്തര ശുശ്രൂഷയുടെ പ്രത്യേക ക്രമീകരണത്തിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം, ഭൗതിക ശരീരം നമ്മൾ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ വൈദികൻ ഈ ശരീരം മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു, നീ മണ്ണാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
സുഗന്ധവർഗവും മണ്ണും ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഈ പ്രിയപ്പെട്ടവരുടെ ഭൗതിക ശരീരത്തിലേക്ക് ഇടുന്നത്. ശുശ്രൂഷയുടെ അടിസ്ഥാനം ഇവിടെ കിടക്കുന്നു എന്നുള്ളതാണ് ചിന്തിക്കുവാൻ സാധിക്കുന്നത്. മിസ്രൈമിൽ 3-ാം വാക്യം, മിസ്രൈമിൽ അവനെക്കുറിച്ച് 70 ദിവസം വിലാപം കഴിച്ചു. മരണം കഴിഞ്ഞാൽ വിലാപമുണ്ട്. അത് രാജ്യത്തിൻ്റെ നേതാവ് മരിച്ചാൽ പതാക താഴ്ത്തിക്കെട്ടും. പ്രിയപ്പെട്ടവർ മരിച്ചാൽ നമ്മൾ കരിങ്കടി അതിൻ്റെ വിലാപത്തിൻ്റെ അടയാളമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ ഭവനങ്ങളിൽ വിലാപത്തിൻ്റെ ഒരു ദിവസം നമ്മളൊരു ഏകദേശ പൂർത്തീകരണം പോലെ അതിൻ്റെ അവസാനത്തിലൊരു പ്രാർത്ഥന നമ്മൾ ക്രമീകരിച്ച്, ആശ്വാസത്തിൻ്റെ പ്രാർത്ഥന ക്രമീകരിച്ച് ആ വിലാപം നമ്മളവിടെ മുറിക്കുകയാണ്. പിന്നെയും പ്രയാസമുണ്ട് പ്രിയപ്പെട്ടവർ, ജീവിതാവസാനം വരെ അവർക്ക് പ്രയാസമുണ്ടാകും. എന്നാൽ ജീവിതത്തിൻ്റെ യാത്രകളിൽ ഞാൻ പറയും ഈ കാലം ഒരു മരുന്നാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടത്തുള്ളൂ. പെട്ടെന്നൊന്നും നമുക്കെല്ലാ പ്രയാസങ്ങളിൽ നിന്നും വെളിയിൽ വരാൻ സാധിക്കത്തില്ല. യാക്കോബിനെക്കുറിച്ച് 70 ദിവസം മിസ്രൈമിൽ വിലാപം കഴിച്ചു എന്നുള്ളതാണ് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, കനാൻ ദേശത്ത് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കല്ലറയിൽ എന്നെ അടക്കണം. അപ്പൻ യോസഫിനോട് പറയുന്ന കാര്യങ്ങളാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, മമ്രയുടെ തോപ്പിൽ അബ്രഹാം കാശ് കൊടുത്ത് മേടിച്ച ഒരു കല്ലറയുണ്ട്. എൻ്റെ അപ്പനപ്പന്മാരോടുകൂടെ ചേരണം, അതിനുവേണ്ടിയാണ്. ഇതാണ് കുടുംബ കല്ലറ എന്ന് പറയുന്ന സങ്കല്പം ഇവിടെ കിടക്കുക. അപ്പനെ ഇവിടെ കല്ലറയിൽ അടക്കിയിട്ടുണ്ട്. ചിലരെയൊക്കെ വിചാരം ഇവിടെ അടക്കിയിരിക്കുന്ന അപ്പന്മാരൊക്കെ വിവരമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങൾ സഭ മാറിപ്പോവുകയാണ്. പോയവരുടെയൊക്കെ അപ്പനും അമ്മയും ഇവിടെ കിടപ്പുണ്ട്. അവരൊന്നും ബുദ്ധിമോശം വന്നവരല്ല, അവരാരും പൊട്ടന്മാരല്ല, നമ്മളെക്കാട്ടിലും ബ്രില്യൻ്റ് ആയിരുന്നെന്ന് ഞാൻ പറയും. അവരുടെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഈ സഭയോടൊപ്പം നിന്നവരാണ് അവർ. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഹാളിൽ ഒരു ചാട്ടം കാണുമ്പോഴേ നമ്മൾ ഓടി അങ്ങ് പോവുകയാണ്. ഈ സഭയെക്കുറിച്ച് എന്താണ് പഠിച്ചു വെച്ചിരിക്കുന്നത്? ഈ സഭയുടെ ചരിത്രം അറിയാവോ? ഈ സഭ വന്ന നാൾ വഴികളെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയാവോ? നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ സഭ വിടുകയാണ്. രക്തസാക്ഷിയാകാൻ വേണ്ടി മാർത്തോമാ സഭ ഒരുത്തനും വിട്ടിട്ടില്ല. കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീരുവാൻ മാർത്തോമാ സഭ വിട്ടിട്ടുള്ള ഒരുത്തനുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വിളിച്ച പൂച്ചെണ്ട് കൊടുത്ത് ആദരിക്കാം. നോക്കിയില്ല, കണ്ടില്ല, മിണ്ടിയില്ല, അല്ലേ? എന്തെല്ലാം ന്യായീകരണങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ കേട്ടാൽ നേഴ്സറി പിള്ളേർക്ക് ഇതിനേക്കാളും സ്റ്റാൻഡേർഡ് ഉണ്ട്, അല്ലേ? നിൻ്റെ പരിപാടി എന്തോ വിശ്വാസി എന്ന നിലയിൽ നീ ഒരു രോഗിയുടെ വീട്ടിലെല്ലാം കയറിയോ? ഒരു പ്രയാസം വന്ന ഒരാളുടെ ഭവനത്തിൽ കയറാൻ നിന്നെ കൊണ്ട് പറ്റിയോ? ഒരാളുടെ വേദനയിൽ കൂട്ടായ്മ കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയോ? ഇതൊന്നുമില്ലാത്ത നീ എന്നോ വിശ്വാസിയാ? ആ സഭയിൽ പോയാൽ നീ രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിലെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ വലിയ മൂഢതയുടെ സ്വർഗം പണിതുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ പിരിച്ചോണ്ട് പോയിട്ടാരും സ്വർഗത്തിലോട്ടൊന്നും പോകത്തില്ല. ഇവിടെ കിടക്കുക പരിഹരിക്കാനുള്ള പ്രശ്നം. അത് പരിഹരിച്ചിട്ടേ ഉള്ളൂ ദൈവം ബാക്കി ചോദിക്കത്തുള്ളൂ. ആ പ്രശ്നം എവിടെ ഇട്ടിട്ട് പോയിരിക്കുകയാണല്ലേ. ഞാൻ പറയും, പിള്ളേർക്കെല്ലാം സൺഡേ സ്കൂൾ പഠിക്കാനും ഈ യുവനസഖ്യത്തിൽ വരാനും എല്ലാം മാർത്തോമാ സഭ വേണം. കുറച്ച് കഴിയുമ്പം പിന്നെ നമുക്കൊരു ചാട്ടമാണ്, അല്ലേ? നേഴ്സറി അല്ല മാർത്തോമാ സഭ ബന്ധിക്കോസുകാരൻ ആളെ കൊണ്ടുപോകാനുള്ള, അല്ലേ? ഈ സഭയ്ക്ക് എന്നാണ് കുഴപ്പം? ഞാൻ പറയാം, ഡയറക്റ്റ് സംവാദത്തിന് വരാം, എന്നോട് വേണമെങ്കിൽ സംസാരിക്കാം. നമ്മളിതൊന്നും ശരിക്കും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്. നമ്മൾ ചില പഠിപ്പിക്കൽ നടത്തുകയാണ്, ഇതങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെയൊന്നും അല്ല വാസ്തവമായ കാര്യം. വല്ലപ്പോഴും വേദപുസ്തകമൊക്കെ എടുത്തു വെച്ചൊന്ന് വായിക്കണം പ്രിയമുള്ളവരെ. അവിടെയാണ് നിങ്ങൾക്ക് പറ്റുന്ന പരാജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വേദപുസ്തകം പഠിക്കാൻ അറിയത്തില്ലാത്ത ആളുകളെയൊക്കെയാണ് വഴിതെറ്റി ചില വാക്യങ്ങൾ കാണിക്കുമ്പോൾ പശുവിനെ ആടിനെയൊക്കെ കൊണ്ടുവന്ന പോലെ, വെട്ടാൻ കൊണ്ടുവന്ന പോലെ. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും, ഓ ശരിയാണല്ലോ, ഇതിൻ്റെ അപ്പുറത്ത് വാക്യം കിടപ്പുണ്ട്. അത് നമുക്കറിയത്തില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ചിന്തിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അതുകൊണ്ട് തലമുറകളെ കരുതുന്ന ദൈവത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. യോസഫ് അവൻ്റെ പിതൃഭവനവും മിസ്രൈമിൽ പാർത്തു. യോസഫ് 110 സംവത്സരം ജീവിച്ചിരുന്നു. എഫ്രൈമിൻ്റെ 3-ാം തലമുറയും മക്കളെയും കണ്ടു. മനശ്ശെയുടെ മകനായ മാഖീരിൻ്റെ മക്കളും യോസഫിൻ്റെ മടിയിൽ വളർന്നു. നമ്മൾ ആ തലമുറയുടെ അനുഗ്രഹമാണ് വായിക്കുന്നത്. അനന്തരം യോസേഫ് തൻ്റെ സഹോദരന്മാരോട് ഞാൻ മരിക്കുന്നു. എത്ര പ്രത്യാശയോടെ പറയാൻ സാധിക്കുന്നത്. എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇപ്പോഴും അവിടുന്ന് അവർ പോയിട്ടില്ല. ദർശനത്തിൽ യോസഫ് കണ്ടിട്ട് പറയുകയാണ്, ദൈവം ഉറപ്പായിട്ട് വാഗ്ദത്ത നാട്ടിലേക്ക്, കനാൻ ദേശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം പ്രിയമുള്ളവർ. ആ ഒരു ബന്ധമാണ്, അല്ലേ? ആ ഒരു സ്നേഹബന്ധമാണ് അതിനകത്ത് കിടക്കുന്നത്.
ഇവിടെ കുടുംബ കല്ലറകളൊക്കെ എന്ന് പറയുന്നത് വെറുതെ അല്ല. യോസഫിന് വേണമെങ്കിൽ മിസ്രൈമിൽ നല്ല മോണുമെൻ്റായിട്ട് നിൽക്കാം, നല്ല പിരമിഡ് പണിത് കൊടുത്തേനെ എന്നാ പറയണം. എൻ്റെ അപ്പൻ കിടക്കുന്ന കല്ലറയിൽ, എൻ്റെ അപ്പൻ്റെ അപ്പൻ കിടക്കുന്ന കല്ലറയിൽ എന്നെ അടക്കിയാൽ മതി. ഞാൻ പോവുകയാണ് ഈ വാഗ്ദത്ത നാട് കനാൻ ദേശം ലക്ഷ്യമാക്കുള്ള യാത്രയിൽ എൻ്റെ ജീവിതം അവിടെ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥനയ്ക്കായിട്ട് ശിരസ്സുകളെ ഉണക്കാം. കേട്ട തിരുവചനങ്ങളെ ഓർത്തിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ.